Now returning now to the general formalism, we will discuss compatible versus incompatible observables. So observables A and B are defined to be compatible when the corresponding operators commuting. That is commutation bracket A comma B equal to 0, and incompatible when commutation bracket A comma B not equal to 0. So for example, commutation bracket A s square comma sz is equal to 0. So the operators s square and sz are compatible observables. Similarly, commutation bracket sx comma z not equal to 0. So they are incompatible observables. Now we are moving to the concept of degeneracy. Term familiar ആണ് degeneracy എന്ന് വെച്ചാൽ. So നമ്മുടെ suppose there are two or more linearly independent eigenkets of A having the same eigenvalue, then the eigenvalues of the two eigenkets are said to be degenerate. അപ്പം ഒബ്സർവബിൾ എയുടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള eigenkets ഉണ്ട്. അപ്പോൾ സപ്പോസ് എ പ്രൈം എ ഡബിൾ പ്രൈം എന്ന് പറയുന്നത് രണ്ട് eigenkets ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ eigen values സെയിം ആണ്. എ പ്രൈം മെഷർ ചെയ്താലും നമുക്കൊരു വാല്യൂ കിട്ടണോ അതേ വാല്യൂ തന്നെയാണ് എ ഡബിൾ പ്രൈം എന്ന് പറയുന്ന കെറ്റിൽ മെഷർ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ആ eigen value എന്ന് പറയുന്നത് എന്താണ്? അതെ eigen values എന്ന് പറയുന്നത് സെയിം ആണ് ഫോർ ഡിഫറെൻറ്റ് eigenkets അല്ലേ. അപ്പോൾ ഈ രണ്ട് eigenkets എന്താണെന്ന് നമുക്ക് പറയാം ഡീജനറേറ്റ് ആണ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡീജനറസി. ഓക്കെ, എനർജി ലെവൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനർജി ലെവൽസ് ഡീജനറേറ്റ് ആണ്. അതായത് ഡിഫറെൻറ്റ് എനർജി ലെവൽസിൽ എന്താണ് വരുന്നത് സെയിം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ അതാണ് eigen value. അപ്പോൾ eigen value എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഫോർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigenkets. അപ്പോൾ ആ കെറ്റുകൾ എന്താണെന്ന് പറയാം ഡീജനറേറ്റ് ആണ് എന്ന് പറയാം. സോ ഈ ഡീജനറസി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കെറ്റിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെറ്റിനെ eigen കെറ്റായിട്ട് റെപ്രസെൻറ്റ് ഇപ്പോൾ എ പ്രൈം ആണ് നമ്മുടെ eigen വാല്യൂ എന്നുണ്ടെങ്കിൽ കെറ്റ് എ പ്രൈം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ലേബൽ ദ eigen കെറ്റ് ബൈ ഇറ്റ്സ് eigen വാല്യൂ എലോൺ ഡസ് നോട്ട് ഗിവ് എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ. കാരണം എന്താണ് ആ eigen വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ രണ്ട് കെറ്റുകളുണ്ട്. അപ്പോൾ സോ നമ്മൾ ഈ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ പറഞ്ഞു, അതായത് ഡിഫറെൻറ്റ് eigenketsകൾ എന്തായിരിക്കും ഓർത്തോഗണൽ ആയിരിക്കും എന്ന് പറഞ്ഞു ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്. അപ്പോൾ അതൊക്കെ നമ്മളെ ഏതൊരു അസംഷനിലാണ് ഡീജനറസി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസംഷനിലാണ് അത് പ്രൂഫ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കെറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ കെറ്റ് എ പ്രൈം സ്പാൻ ചെയ്തിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒബ്സർവബിൾ എയുടെ eigen കെറ്റുകൾ സ്പാൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്തായിട്ട് മാറും ഈവൻ വേഴ്സ് നമുക്ക് ഡിഫിക്കൽട്ടി ആണ് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ പ്രാക്ടിക്കൽ കേസസ് ഓഫ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ് eigen values ഓഫ് സം അതർ കമ്മ്യൂട്ടിംഗ് ഒബ്സർവബിൾസ് ആർ യൂസ്ഡ് ടു ലേബൽ ദ ഡീജനറേറ്റ് eigenkets. സപ്പോസ് ദ ഒബ്സർവബിൾ ഈസ് ബി, ദെൻ ബി ഈസ് കമ്മ്യൂട്ടിംഗ് വിത്ത് എ. അപ്പോൾ ബിയുടെ eigen values ആണ് ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഡീജനറേറ്റ് eigen കെറ്റ് എന്ന് പറയുന്നത് ആരുടെ eigen കെറ്റായിട്ട് മാറി ഒബ്സർവബിൾ ബിയുടെ eigen കെറ്റായിട്ട് മാറി. അങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു തിയറമാണ് എടുത്തത്. Now we are ready to state an important theorem, that is that the theorem suppose that A and B are compatible observables and the eigenvalues of A are non-degenerate. Then the matrix elements of B, that is bra A double prime, B ket A prime, are all diagonal. Recall here that the matrix elements of A are already diagonal if set ket A prime are used as the base ket. So observable Aയുടെ മെട്രിക്സ് എന്ന് പറയുന്നത് എല്ലാം ഡയഗണലാണ്. ഓക്കെ, അപ്പോൾ എയുടെ കെറ്റുകളാണ് നമ്മൾ ബേസ് കെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയും കോമ്പാറ്റിബിൾ ഒബ്സർവബിൾസ് ആണ്. ഇതിൻ്റെ eigen values ഓഫ് എ എന്ന് പറയുന്നത് നോൺ ഡീജനറേറ്റ് ആണ്.
സോ ബിയുടെ മെട്രിക്സും എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഡയഗണൽ ആയിരിക്കും. പ്രൂഫ്. സോ ഇതിൻ്റെ പ്രൂഫ് സിമ്പിളാണ്. സോ വി ഹാവ് ദ compatible observable എന്ന് പറഞ്ഞാൽ if A and B are compatible observables then commutation A, B is equal to 0. then നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് A, B. അതിൽ B എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ്സ്, മെട്രിക്സ് എലമെൻറ്റ്സും 0 സീറോ അല്ല, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യും, അതർ എലമെൻറ്റ്സ് ഒക്കെ 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ദ മെട്രിക്സ് എലമെൻറ്റ്സ് ഓഫ് commutation bracket A, B, that is bra A double prime commutation bracket A, B get A prime equal to 0. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു എയും ബിയും കോമ്പാറ്റിബിൾ ഒബ്സർവബിൾസ് ആണെന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ അതിനെ നമ്മൾ എ ബി, ദിസ് ഇസ് എ ബി മൈനസ് ബി എ. സോ അടുത്ത സ്റ്റെപ്പിൽ ബ്രാ എ ഡബിൾ പ്രൈം എ ബി മൈനസ് ബി എ ഗെറ്റ് എ പ്രൈം ഈക്വൽ ടു 0 ആണ്. അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ബ്രാ എ ഡബിൾ പ്രൈം എ ബി ഗെറ്റ് എ പ്രൈം മൈനസ് ബ്രാ എ ഡബിൾ പ്രൈം ബി എ ഗെറ്റ് എ പ്രൈം ഈക്വൽ ടു 0 ആണ് വരിക. ദെൻ എഗെയിൻ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ബ്രാ എ ഡബിൾ പ്രൈം ഗെറ്റ് എ പ്രൈം ഇൻറ്റു ബ്രാ എ ഡബിൾ പ്രൈം ബി ഗെറ്റ് എ പ്രൈം മൈനസ് ബ്രാ എ ഡബിൾ പ്രൈം ബി ഗെറ്റ് എ പ്രൈം ഇൻറ്റു ബ്രാ എ ഡബിൾ പ്രൈം എ ഗെറ്റ് എ പ്രൈം ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇതിൽ so here A is acting on in the bra A double prime. So നമുക്ക് eigenvalue with the same bra ആണ് കിട്ടുക. So eigenvalue is A double prime. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ eigenvalues എന്ന് പറയുന്നത് റിയൽ ആണ് അല്ലേ, നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് A double prime തന്നെ എഴുതാം. സോ ദിസ് ഈസ് ബാക്കിയുള്ളത് എന്താ വരിക, സെയിം ബ്രാ വന്നു, ദെൻ പിന്നെ ഈ ഗെറ്റാണുള്ളത്. സോ ബ്രാ എ ഡബിൾ പ്രൈം ഗെറ്റ് എ പ്രൈം, ദെൻ അടുത്ത ടേം അതുപോലെ തന്നെ എഴുതി, മൈനസ് ഈ ടേം അത് കാരണം അത് മെട്രിക്സ് എലമെൻ്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതി. ദെൻ ഇവിടെ ഈ എ എന്ന് പറയുന്നത് കെറ്റിൽ ആക്ട് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താൽ നമുക്ക് അസോസിയേറ്റീവ് ആക്സിയം പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രാല ആക്ട് ചെയ്താലും ഒരേ എഫക്റ്റ് തന്നെയാണ്, കെറ്റിൽ ആക്ട് ചെയ്താലും ഒരേപോലെ തന്നെയാണ് വരിക. എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തിൽ ആക്ട് ചെയ്തു, ബ്രാല ആക്ട് ചെയ്തു, എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ട് കെറ്റ് എ പ്രൈമിൽ ആക്ട് ചെയ്താലും എ എന്ന് പറയുന്നത് കെറ്റിൽ ആക്ട് ചെയ്തിട്ട് ആ റിസൾട്ട് എന്ന് പറയുന്നത് ബ്രായിൽ ആക്ട് ചെയ്താലും ഒരേപോലെ തന്നെയാണ് ബൈ ദ അസോസിയേറ്റീവ് ആക്സിയം പ്രോപ്പർട്ടി. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബ്രാല് ആക്ട് ചെയ്തത്, ദെൻ ഇവിടെ എന്ത് ചെയ്തു, കെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഈ മെട്രിക്സ് എലമെൻ്റ് ആണ്, ബ്രാ എ ഡബിൾ പ്രൈം ബി ഗെറ്റ് എ പ്രൈം എന്ന് പറയുന്നത്, അതിനെ പുറത്തേക്ക് എടുത്തു. ദെൻ എ ഡബിൾ പ്രൈം ഉണ്ട് ഇവിടെ, ബ്രാ എ ഡബിൾ പ്രൈം ഗെറ്റ് എ പ്രൈം, ഇവിടെ എ പ്രൈം ഉണ്ട്, ബ്രാ എ ഡബിൾ പ്രൈം ഗെറ്റ് എ പ്രൈം. അപ്പോൾ നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അത് 0 ആയി. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, എ ഡബിൾ പ്രൈം മൈനസ് എ പ്രൈം ഇൻറ്റു എ ഡബിൾ പ്രൈം ബി ഗെറ്റ് എ പ്രൈം ആണുള്ളത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, എ ഡബിൾ പ്രൈം മൈനസ് എ പ്രൈം ഈക്വൽ ടു 0, അതായത് എ ഡബിൾ പ്രൈം ഈക്വൽ ടു എ പ്രൈം ആണ്. ദാറ്റ് ഈസ് നമ്മുടെ മെട്രിക്സിൻ്റെ A11 A12 എന്ന് പറയുന്ന ആ എന്താ പറയുക എലമെൻറ്റ്സ് അല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എലമെൻറ്റ്സിൻ്റെ ഇൻഡെക്സുകൾ ഒരേപോലെ ആവണമെന്നാണ് അർത്ഥം. അപ്പോൾ അതേതാണ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ മെട്രിക്സ് എലമെൻറ്റ് എന്ന് പറയുന്നത് ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ബ്രാ എ ഡബിൾ പ്രൈം ബി ഗെറ്റ് എ പ്രൈം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണ് എന്ന് വന്നു. അതേപോലെ തന്നെ എപ്പോൾ മാത്രമാണ് വാല്യൂ ഉണ്ടാവുക, എ ഡബിൾ പ്രൈം ഈക്വൽ ടു എ പ്രൈം ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബി എന്ന് പറയുന്നതിൻ്റെ മെട്രിക്സ് എലമെൻറ്റ്സും എന്താണെന്ന് മനസ്സിലായി, ഡയഗണലാണ്. അപ്പോൾ നമ്മുടെ തിയറം പ്രൂവ്ഡ് ആണ്, ഹെൻസ് പ്രൂവ്ഡ്. സോ വി ക്യാൻ റൈറ്റ് ബ്രാ എ ഡബിൾ പ്രൈം കമ്മ്യൂട്ടേഷൻ എ കോമ ബി ഗെറ്റ് എ പ്രൈം ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയത് നമുക്ക്, എ ഡബിൾ പ്രൈം മൈനസ് എ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം ബി ഗെറ്റ് എ പ്രൈം ഈക്വൽ ടു 0 എന്ന് വന്നു. Put it as equation number 2. So we can write the matrix elements of B as
ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മെട്രിക്സ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് ബ്രാ എ ഡബിൾ പ്രൈം ബി കെറ്റ് എ പ്രൈം ഇസ് ഈക്വൽ ടു മെട്രിക്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് ബ്രാ എ പ്രൈം ബി കെറ്റ് എ പ്രൈം വിത്ത് ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം എന്ന് വെച്ചാൽ ക്രോണക്കൽ ഡെൽറ്റയാണ്. എ പ്രൈമും എ ഡബിൾ പ്രൈമും ഈക്വൽ ആകുമ്പോൾ 1 വരും, അല്ലാന്നുണ്ടെങ്കിൽ 0 വരും. അപ്പോൾ നമുക്ക് ബീനെ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. So both A and B can be represented by diagonal matrices with the same set of base kets. അല്ലെ, ഇവിടെ കെറ്റ് എ പ്രൈം എന്ന് പറയുന്ന ആരുടെ ബേസ് കെറ്റ് ആയിരുന്നു? എയുടെ ബേസ് കെറ്റ് ആണ്. അപ്പോൾ ബീനെ നമുക്ക് എന്ത് ചെയ്യാം? സെയിം സെറ്റ് ഓഫ് ബേസ് കെറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് ഒബ്സർവബിൾസ് കോമ്പാറ്റിബിൾ ആണ്, അതല്ല കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്സർവബിളിൻ്റെ ഏഗൻ കെറ്റുകൾ അടുത്തതിൻ്റെ ഏഗൻ കെറ്റുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബേസ് കെറ്റിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം മെട്രിക്സിനെ. നമ്മൾ ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക നോക്കാം. ഓക്കെ, ബി എന്ന് പറയുന്നത് കോമ്പാറ്റിബിൾ ആണ്, അതിനെ നമുക്ക് ഇതിൻ്റെ എയുടെ ബേസ് കെറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അതായത് ഇനി മെട്രിക്സിനെ. ഇനി ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. സോ വി ഹാവ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം, സമ്മേഷൻ ഓവർ എ പ്രൈം, കെറ്റ് എ ഡബിൾ പ്രൈം, ബ്രാ എ ഡബിൾ പ്രൈം. കാരണം അത് 1 ആണ് ക്ലോഷർ പ്രോപ്പർട്ടി വിത്ത് ദ സമ്മേഷൻ, അല്ലേ? ഇത് ഇത്രയും 1 ആണ്, ആൻഡ് ഇത് എക്സ് ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ദിസ് ഓൾസോ 1 അതേപോലെ. അപ്പോൾ ഇവിടെ ബി ആണ് വരുന്നത്. സോ ഓപ്പറേറ്റർ ബി ക്യാൻ ബി റിട്ടൺ ആസ് ബി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം, സമ്മേഷൻ ഓവർ എ പ്രൈം, കെറ്റ് എ ഡബിൾ പ്രൈം, ബ്രാ എ ഡബിൾ പ്രൈം, ബി കെറ്റ് എ പ്രൈം, ബ്രാ എ പ്രൈം എന്ന് വന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രിക്സ് എലമെൻ്റ് ആണ്, ബിയുടെ മെട്രിക്സ് എലമെൻ്റ് ആണ്. സോ ഫ്രം ഇക്വേഷൻ 3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോ ദിസ് ഇസ് ഇക്വേഷൻ 3 അല്ലേ? ഇതാ ബ്രാ എ ഡബിൾ പ്രൈം ബി എ പ്രൈം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം ദിസ് മച്ച് ആണ്. സോ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം, സമ്മേഷൻ ഓവർ എ പ്രൈം ഡെൽറ്റ എ പ്രൈം എ ഡബിൾ പ്രൈം, ദെൻ ഇവിടെ ബാക്കിയുള്ളത് കെറ്റ് എ ഡബിൾ പ്രൈം, ഇതിനെ നമ്മൾ മാറ്റി എഴുതി ബ്രാ എ പ്രൈം ബി കെറ്റ് എ പ്രൈം, ദെൻ ബ്രാ എ പ്രൈം എന്ന് വന്നു. ഇവിടെ ക്രോണക്കൽ ഡെൽറ്റയാണ് വന്നിരിക്കുന്നത്, സമ്മേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡെക്സുകൾ റിപ്പീറ്റിംഗ് ഇൻഡെക്സുകൾ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് സമ്മേഷൻ ഓവർ എ ഡബിൾ പ്രൈം കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം, then b get a double prime, then bra a double prime. So now b നെ നമുക്കപ്പോൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ദിസ് ഓപ്പറേറ്റർ ബി ആക്ട് ഓൺ ആൻ ഏഗൻ കെറ്റ് എ, എയുടെ ഏഗൻ കെറ്റിൽ ആക്ട് ചെയ്യണം. അപ്പോൾ എ പ്രൈം ആണ് അതിൻ്റെ ഏഗൻ കെറ്റ് എന്നുണ്ടെങ്കിൽ ബി ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എ പ്രൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ പ്രൈം, ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻ 4 എന്ന്. കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം ബി കെറ്റ് എ ഡബിൾ പ്രൈം ബ്രാ എ ഡബിൾ പ്രൈം, ഇത്രയും ഓപ്പറേറ്റർ പി ആണ്, ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് എ പ്രൈം. അപ്പോൾ അതാണ് ആ കെറ്റ് എ പ്രൈം ആണ് ഇവിടെ തന്നിട്ടുള്ളത്, കെറ്റ് എ പ്രൈം. അതിന് ഒരുമിച്ച് എഴുതണേ. അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്. അപ്പോൾ എ ഡബിൾ പ്രൈം ഈസ് ഈക്വൽ ടു എ പ്രൈം അല്ലേ? കാരണം എന്താ, ഈ ഒരു ടേം നോക്കുക, ഇതെന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് എ ഡബിൾ പ്രൈം കെറ്റ് എ പ്രൈം ആണ്. സോ ആക്ച്വലി രണ്ടും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 0 ആയി, അങ്ങനെയല്ലേ? അപ്പോൾ എ ഡബിൾ പ്രൈം ഈക്വൽ ടു എ പ്രൈം ആയാൽ മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. സോ എ ഡബിൾ പ്രൈം ഈക്വൽ ടു എ പ്രൈം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ഡബിൾ പ്രൈമുകളെ എ പ്രൈമിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. സോ ബി കെറ്റ് എ പ്രൈം ഈക്വൽ ടു സമ്മേഷൻ ഓവർ എ പ്രൈം കെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം ബി കെറ്റ് എ പ്രൈം. ഇവിടെ എന്ത് വന്നു? ഈ ബ്രാ എ ഡബിൾ പ്രൈം എന്നുള്ളത് ബ്രാ എ പ്രൈം, ഇവിടെ കെറ്റ് എ പ്രൈം ആയിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അത് 1 ആയി മാറി. സോ ബാക്കി എന്ത് വരും? അപ്പോൾ ബി കെറ്റ് എ പ്രൈം ഈസ് ഈക്വൽ ടു എന്താണ്? ബ്രാ എ പ്രൈം ബി കെറ്റ് എ പ്രൈം ഇൻറ്റു കെറ്റ് എ പ്രൈം എന്ന് വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് ബ്രാക്കറ്റിലിട്ട് എഴുതി എന്താണ്? ഒരു മെട്രിക്സ് എലമെൻ്റ് ആണ് വിത്ത് കെറ്റ് എ പ്രൈം. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ കെറ്റ് എ പ്രൈമിൽ ആക്ട് ചെയ്തപ്പോൾ സം മെട്രിക്സ് എലമെൻറ്റ്
വിത്ത് ദ സെയിം ഏഗൻ ഗെറ്റ്. ഇതിപ്പോൾ എന്താണ് ശരിക്കൊരു ഏഗൻ വാല്യൂ ഏഗൻ ഗെറ്റ് ഇക്വേഷനാണ് വന്നതല്ലേ. ഒരു ഓപ്പറേറ്റർ അതിൻ്റെ ഏഗൻ ഗെറ്റിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് സം ഏഗൻ വാല്യൂ വിത്ത് ദ സെയിം ഗെറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് അല്ലേ. അപ്പോൾ ദ ഏഗൻ വാല്യൂ ബി പ്രൈം ഇസ് ബ്രാ എ പ്രൈം ബി ഗെറ്റ് എ പ്രൈം ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, നമ്മൾ ഗെറ്റ് എ പ്രൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗെറ്റ് എ പ്രൈം ഈസ് therefore the simultaneous eigenget of A and B. അപ്പോൾ ഈ സൈമൾട്ടേനിയസ് eigenget നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഗെറ്റ് എ പ്രൈം കോമ ബ്രാ എ പ്രൈം എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള നൊട്ടേഷൻ സൈമൾട്ടേനിയസ് eigengetനെ. അതായത് എയുടെയും eigenget ആണ്, ബിയുടെയും eigenget ആണ്. മനസ്സിലായോ? സോ compatible observables have simultaneous eigengets. So the statement hold even if there is an n-fold degeneracy. ഡീജനറസി ഇല്ലെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡാണ്. അതായത് കോമ്പാറ്റബിൾ ഒബ്സർവബിൾസിൽ സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ്സ് ആണ് ഉണ്ടാകുക എന്നുള്ളത് ഇറ്റ് ഹോൾഡ്സ്. ദാറ്റ് ഈസ് എ ഗെറ്റ് എ പ്രൈം ഐ ഈക്വൽ ടു എ പ്രൈം ഗെറ്റ് എ പ്രൈം ഐ ഫോർ ഐ ഈക്വൽ ടു 1 2 എക്സെട്ര എൻ. അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ വരെയുള്ള ഡീജനറസിയാണ് കാണിക്കുന്നത്. സോ ഗെറ്റ് എ പ്രൈം ഐ ഈസ് ദ എൻ മ്യൂച്വലി ഓർത്തോഗണൽ ഏഗൻഗെറ്റ്സ് ഓഫ് എ വിത്ത് ദ സെയിം ഏഗൻ വാല്യൂ എ പ്രൈം. സോ ഇതിൻ്റെ പ്രോപ്പർട്ടി എ സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് ഓഫ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ നമ്മൾ പറഞ്ഞു ഗെറ്റ് എ പ്രൈം ബ്രാ എ പ്രൈം വെച്ചിട്ടാണ്. ഹാസ് ദ പ്രോപ്പർട്ടി എന്താണ്, എ എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക കണ്ടോ. എ എന്ന് പറയുന്നത് എ ഓപ്പറേറ്റർ എ ഈസ് ആക്റ്റഡ് ഓൺ ഗെറ്റ് എ പ്രൈം ബി പ്രൈം വിച്ച് ഈസ് ദ സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് ഓഫ് എ ആൻഡ് ബി. വി ഗെറ്റ് ഏഗൻ വാല്യൂ, ഏത് ഏഗൻ വാല്യൂ നമുക്ക് കിട്ടിയത്, ഓപ്പറേറ്റർ എയുടെ ഏഗൻ വാല്യൂ ആണ് കിട്ടിയത് എ പ്രൈം വിത്ത് ദ സെയിം സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് ഗെറ്റ് എ പ്രൈം ബി പ്രൈം. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് എ പ്രൈം ബി പ്രൈമിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബിയുടെ ഏഗൻ വാല്യൂ ബി പ്രൈം വിത്ത് ദ സെയിം ഏഗൻ ഗെറ്റ് അല്ലെങ്കിൽ സെയിം സൈമൾട്ടേനിയസ് ഏഗൻ ഗെറ്റ്. ഇറ്റ് വാസ് ഇക്വേഷൻ നമ്പർ 8. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ എലമെൻ്ററി വേവ് മെക്കാനിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റത്തിൻ്റെ കേസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് അതും ഫെമിലിയർ ആയിരിക്കും, എൽ സ്ക്വയർ എൽ സെറ്റ് ഒക്കെ. സോ ദ ഓർബിറ്റൽ മൊമെൻറ്റം സ്ക്വയേർഡ് അതിന് നമ്മൾ എൽ സ്ക്വയർ എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ ഏഗൻ വാല്യൂസ് എന്താണ്, എച്ച് കട്ട് സ്ക്വയർ എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആണ്. എൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്പറേറ്ററാണ് എൽ സെറ്റ്, അതായത് സെറ്റ് കമ്പോണൻറ്റ് ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ഏഗൻ വാല്യൂ എന്താണ്, എം എൽ എച്ച് കട്ടാണ്. എമ്മിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ്, മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെയാണ് വാരി ചെയ്യുന്നത്. അപ്പോൾ ടു ക്യാരക്ടറൈസ് ആൻ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് നെസസറി ടു സ്പെസിഫൈ ബോത്ത് എൽ ആൻഡ് എം എൽ അല്ലേ. രണ്ടിനും നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ സപ്പോസ് എൽ ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എം എല്ലിന് ഏതൊക്കെ വാല്യൂസ് വരും, -1 0 +1. അപ്പോൾ നമുക്ക് എൽ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് മാത്രം ഒരു സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല കറക്റ്റായിട്ട്. അതേപോലെ തന്നെ ഇഫ് എം എൽ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എം എൽ 1 എന്ന് പറഞ്ഞാൽ എല്ലിന് പല വാല്യൂസ് 1 മുതൽ അങ്ങോട്ട് ഇതൊക്കെ എല്ലാ വാല്യൂസും ഉണ്ടാവും. അതായത് എൽ ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര വരും. സോ ഓൺലി specifying both L and ML uniquely characterize the orbital angular momentum state in question. So a collective index K prime is used to stand for A prime B prime. അപ്പോൾ സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് നമ്മൾ ഒരു കളക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പോൾ അതിനെ K prime എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഗെറ്റ് K prime ഈസ് ഈക്വൽ ടു എന്താണ്, സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് എ പ്രൈം കോമ ബി പ്രൈം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഡിനോട്ടഡ് ദ സൈമൾട്ടേനിയസ് ഏഗൻഗെറ്റ് ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ ഗെറ്റ് എ പ്രൈം കോമ ബി പ്രൈം ആണ്. സോ ജനറലൈസ് ടു എ സിറ്റുവേഷൻ വേർ ദർ ആർ സെവറൽ മ്യൂച്വലി കോമ്പാറ്റബിൾ ഒബ്സർവബിൾ. നമ്മൾ 2 കോമ്പാറ്റബിൾ ഒബ്സർവബിൾ എ ആൻഡ് ബിയുടെയാണ് എടുത്തത്. ഇനി നമ്മൾ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. കുറേ ഉണ്ടെന്ന് വിചാരിക്കുക, മോർ ദാൻ 2 കോമ്പാറ്റബിൾ ഒബ്സർവേഴ്സ് ഉണ്ട്. എങ്ങനെയാണ്, കമ്മ്യൂട്ടേഷൻ എ കോമ ബി ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ ബി കോമ സി ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ എ കോമ സി ഈക്വൽ ടു എക്സെട്ര 0 ആണ്. അങ്ങനെയാണെങ്കിൽ സോ
So assume that we found a maximal set of commuting observables. That means ഇപ്പോൾ ഇതിങ്ങനെ എക്സെട്ര ഈക്വൽ ടു 0 എന്നാണല്ലോ നമ്മൾ ഇട്ടപ്പോൾ ഒരു മാക്സിമം സെറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ കൂടുതൽ ഇല്ല. So we cannot add any more observables to our list without violating this equation. So ഒരു മാക്സിമൽ സെറ്റ് ഓഫ് കമ്മ്യൂട്ടിംഗ് ഒബ്സർവേബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the eigenvalues of individual operators a, b, c may have degeneracies, but if we specify a combination a, b, c, then the corresponding simultaneous eigenvalue of a, b, c is uniquely specified. So we can again use a collective index k prime to stand for a prime, b prime, c prime. So the orthonormality relation is get k prime equal to, that is get k prime is നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്? get a prime, b prime, c prime etc എന്ന് പറഞ്ഞിട്ടാണ്. സോ ഓർത്തോണോമാലിറ്റി കണ്ടീഷൻ എന്ത് വരും? ബ്രാ k ഡബിൾ പ്രൈം get k prime is equal to, ഇറ്റ് ഈസ് നമ്മൾ ഓർത്തോണോമാലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വെച്ചിട്ടല്ലേ ഒന്നുകിൽ അതായത് ഈക്വൽ ഇൻഡെക്സുകൾ വരുമ്പോൾ 1ഉം ഡിഫറെൻറ്റ് ഇൻഡെക്സ് വരുമ്പോൾ 0 ആണെന്നാണ് ഓർത്തോണോമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് വിത്ത് ദ യൂസ് ഓഫ് ക്രോണക്കൽ ഡെൽറ്റ. അപ്പം ബ്രാ കെ ഡബിൾ പ്രൈം കെറ്റ് കെ പ്രൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? ബ്രാ എ ഡബിൾ പ്രൈം കോമ ബി ഡബിൾ പ്രൈം കോമ എറ്റ്സെട്ര കെറ്റ് എ പ്രൈം കോമ ബി പ്രൈം കോമ സി പ്രൈം എറ്റ്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഡെൽറ്റ വെച്ചിട്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്ത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ക്രോണക്കൽ ഡെൽറ്റ കെ പ്രൈം കെ ഡബിൾ പ്രൈം ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെൽറ്റ എ പ്രൈം ഡെൽറ്റ ബി പ്രൈം ഇൻറ്റു ഡെൽറ്റ സി പ്രൈം എറ്റ്സെട്ര. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 10. സോ അതെ, അപ്പോൾ നമ്മൾ ഓർത്തോണോമാലിറ്റി കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? കംപ്ലീറ്റ്നെസ് റിലേഷനാണ്. സോ ഇവിടെ ഇത് ഡബിൾ പ്രൈമും ഇത് പ്രൈമും ആണ്. അതിൽ ഒരെണ്ണം പ്രൈമും ഒരെണ്ണം ഡബിൾ പ്രൈമും ഉണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ഡബിൾ പ്രൈം okay. Now the completeness relation or closure property എങ്ങനെ എഴുതാം? summation over k prime get k prime bra k prime is equal to summation over a prime b prime c prime etc ഉണ്ടായിരിക്കും. ഇവിടെ etc ഉണ്ട്. get a prime b prime c prime etc bra a prime b prime c prime etc equal to 1. put it as equation number 11. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ആണ്. അതായത് now consider the measurements of compatible observables A and B. Suppose we measure A first. A ആദ്യം മെഷർ ചെയ്തു, എന്നിട്ട് നമുക്ക് A prime കിട്ടി. We obtain the result A prime. Subsequently we measure B and get the result B prime. And again we measure A. So by the measurement formalism the third measurement എന്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക? A prime തന്നെയാണ് കിട്ടുക. എന്ന് വെച്ചാൽ the second measurement does not destroy the previous information obtained in the first measurement. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഗെറ്റ് ആൽഫ എന്ന് പറയുന്നതായിരുന്നു സ്റ്റേറ്റ്. അതിൽ നമ്മൾ എ മെഷർ ചെയ്തു. അത് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ആദ്യം ഗെറ്റ് ആൽഫ ആയിരുന്നു. എനെ മെഷർ ചെയ്തപ്പോൾ അതെന്തായി? ഇറ്റ് ഗിവ്സ് യു ഗെറ്റ് എ പ്രൈം ബി പ്രൈം. ദെൻ നമ്മൾ ബി മെഷറിന് എയ്ഗൻ വാല്യൂ എ പ്രൈം കിട്ടി. പിന്നെ നമ്മൾ ബി മെഷർ ചെയ്തു. അപ്പോഴും സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഗെറ്റ് എ പ്രൈം ബി പ്രൈം, കാരണം സൈമൾട്ടേനിയസ് എയ്ഗൻ ഗെറ്റ് ആണ്. ദെൻ എ മെഷർ ചെയ്തപ്പോൾ എഗെയിൻ നമുക്ക് എ പ്രൈം കിട്ടി വിത്ത് ഗെറ്റ് എ പ്രൈം ബി പ്രൈം. സോ ഇതെപ്പോഴാണ് വാലിഡ് ആയിട്ടുള്ളത്? വെൻ ദ എയ്ഗൻ വാല്യൂസ് ഓഫ് എ ആർ നോൺ ഡീജനറേറ്റഡ്. ഇനി ഡീജനറസി ഉണ്ടെങ്കിൽ വെൻ ദർ ഈസ് ഡീജനറസി എന്ത് വരും ഈ ആർഗ്യുമെൻറ്റ്? ആദ്യം നമ്മൾ എ മെഷർ ചെയ്തു, അപ്പോൾ നമുക്ക് എ പ്രൈം കിട്ടി. ആ സമയത്ത് നടന്നത് സിസ്റ്റം ഈസ് ത്രോൺ ഇൻ ടു സം ലീനിയർ കോമ്പിനേഷൻ ഓഫ് സമ്മേഷൻ സി എ പ്രൈം ഐ ഗെറ്റ് എ പ്രൈം കോമ ബി ഐ. ഓക്കെ, where n is the degree of degeneracy and get a prime comma bi, it is the state get all have the same eigenvalue a prime as for operator A is concerned, as far as operator A is concerned.
സോ ഡീജനറസിലെ കേസിൽ ആദ്യം എ മെഷർ ചെയ്തു, അപ്പോൾ എ പ്രൈം കിട്ടി. സിസ്റ്റം എന്തിലേക്ക് ത്രോണായി? ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് അടുത്ത സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഉണ്ടാവുക അല്ലേ, നമ്മൾ മെഷർമെൻറ്റ് ചെയ്തപ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് മെഷർമെൻറ്റ് ബി ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് സിസ്റ്റം ത്രോൺ ചെയ്യപ്പെടും. ഏത്? ഈ ലീനിയർ കോമ്പിനേഷനിൽ. ദ സെക്കൻഡ് മെഷർമെൻറ്റ് മേ സെലക്ട് ജസ്റ്റ് വൺ ഓഫ് ദ ടേംസ് ഇൻ ദ ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൽ കണ്ടോ, ഗെറ്റ് എ പ്രൈം ബി ജെ ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് തേർഡ് മെഷർമെൻറ്റ്, മൂന്നാമത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് ഇറ്റ് സ്റ്റിൽ ഈറ്റ്സ് എ പ്രൈം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിസ്റ്റം ഡീജനറേറ്റ് ആയാലും അല്ലെങ്കിലും വെദർ ഓർ നോട്ട് ദർ ഈസ് ഡീജനറസി, എ മെഷർമെൻറ്റ്സ് ആൻഡ് ബി മെഷർമെൻറ്റ്സ് ഡു നോട്ട് ഇൻ്റർഫിയർ അല്ലേ. നമ്മൾ ഡീജനറേറ്റ് കേസും രണ്ട് കേസ് നോക്കി. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ ആദ്യം എ മെഷർ ചെയ്തു, ബി മെഷർ ചെയ്തു, ദെൻ എഗെയിൻ എ മെഷർ ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഡീജനറേറ്റ് കേസിലും നോൺ ഡീജനറേറ്റ് കേസിലും. അപ്പോൾ എ മെഷർ ചെയ്താലും ബി മെഷർ ചെയ്താലും ദേ ആർ നോട്ട് ഇൻ്റർഫിയറിങ്. അതുകൊണ്ടാണ് ദ ടേം കോമ്പാറ്റിബിൾ എന്ന് വരുന്നത്. കോമ്പാറ്റിബിൾ ഒബ്സർവബിൾസ് എന്ന് പറയുന്നത് അത് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല.